ഇതെന്താണ് മീൻ നന്നാക്കാൻ ഇത്ര സന്തോഷം എന്ന് കരുതണ്ട കേട്ടോ. കാരണം ഇതാണ്, നമ്മള് മുക്കത്ത് സിനിമ കാണാൻ പോണ്ടേ? കൂടുതൽ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് സിനിമ കാണണം കേട്ടോ. ഏതാ സിനിമ കാണാൻ പോണേ? തുടരും. അങ്ങനെ സിനിമയ്ക്ക് പോകണമെന്നുള്ള പ്ലാനുമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോയത്. ചെന്ന് മത്തിയൊക്കെ വാങ്ങിപ്പോയി, വേഗം കറി വെച്ചു. അങ്ങനെ ചപ്പാത്തിയും മത്തിക്കറിയൊക്കെ കൂട്ടി വയറ് നിറച്ച് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. ആരൊക്കെയുണ്ട് കൂടെയെന്നറിയോ? നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സോഫി ചേച്ചിയും ഫാമിലിയും, സോഫി ചേച്ചീൻ്റെ മോളും കുടുംബവും, നമ്മളെ സുരേഷും, നമ്മളെ അഖിലും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, ചേട്ടായും മക്കളും ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് തുടരും മൂവി കാണാൻ പോയിട്ടോ. എനിക്ക് ഒരു 10 വർഷം എന്തായാലും 10 വർഷമെങ്കിലും ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട്. അപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് കേട്ടോ. അപ്പോൾ സോഫി ചേച്ചി എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ, നീ എത്ര നാളായിട്ട് സിനിമയ്ക്ക് പോയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ഇവരോടൊത്തുള്ള യാത്ര. പോയതെല്ലാവരും സ്കൂട്ടറിലെല്ലാവരും ഓരോരുത്തർ സ്കൂട്ടറിലാണ് പോയത്. എല്ലാവരും കൂടി ഒരു യാത്ര പോയി, സിനിമ കണ്ടു, ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. നല്ല വൈബായിട്ടൊരു യാത്ര, തിരിച്ചുള്ള രാത്രിയിലെ യാത്ര ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ലാലേട്ടൻ്റെ സിനിമയല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആ മുറ്റത്ത് പോയി നിന്നപ്പോൾ ഞാൻ ചെറിയ കുട്ടിപ്രായത്തിലുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അഭിലാഷ് തിയേറ്ററൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് പൊന്തേ കയറി എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും എന്താ പറയുക, തിയേറ്ററിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. തിയേറ്ററിൽ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളൊക്കെ മാറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കസേര സാധാരണ ഞാനൊക്കെ പണ്ട് ചെല്ലുമ്പം സാധാ കസേര എന്നിട്ട് ഇന്നിപ്പം ചെന്നിട്ട് ഈ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്കും അത് കസേര പുറകോട്ട് പോകണു, കിടക്കുന്ന അവസ്ഥ എല്ലാം കൂടെ. ഞാൻ ശരിക്കും ഒരു കുട്ടിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് എന്തൊക്കെയോ കാണുന്ന ഒരു അത്ഭുതം എൻ്റെ കണ്ണുകളിൽ ഇല്ലാതിരുന്നില്ല കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടെ ഉള്ളത് നല്ലൊരു അടിപൊളിയായിട്ട് സിനിമ കാണാൻ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിലും മുഖം പൊത്തിയിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഈ മൂടി പൊതിച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കാൻ കേട്ടോ, നമുക്ക് AC ഒന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഈ കാട്ടുമൂലയിൽ ജീവിക്കുന്ന നമുക്ക് AC ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മളെ കാറ്റ് പോകും കേട്ടോ. കാറിലും യാത്ര ചെയ്യാൻ പറ്റില്ല, AC ഇരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഞാൻ തലയൊക്കെ മൂടി കെട്ടിയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എല്ലാവരുടെ ബാഗിലും ബേക്കറികളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാം പുറത്തെടുത്തു. പിന്നെ സോഫി ചേച്ചീൻ്റെ മോൻ്റെ വക എല്ലാവർക്കും ഒരു നല്ല അടിപൊളി കോഫിയൊക്കെ കിട്ടി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് മൂവി കണ്ടിറങ്ങി കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഒത്തിരി നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ആദ്യകൂട്ടനൊന്നും സിനിമ കണ്ടിട്ട്